ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകം പതിയെ പതിയെ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ മാസത്തോടു കൂടി ഒട്ടുമിക്ക ടീമുകളും തങ്ങളുടെ വേൾഡ് കപ്പ് സ്ക്വാഡുകൾ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്ത മാസം പകുതിയോടുകൂടിയാണ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നത്. ഏതായാലും വേൾഡ് കപ്പിന് മുന്നേയുള്ള അതല്ലെങ്കിൽ വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിൻ്റെ റോഡ് മാപ്പ് എങ്ങനെയാണ്, അത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ മാസം 11-ാം തീയതി അഥവാ മെയ് 11-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി തൻ്റെ പ്രിലിമിനറി സ്ക്വാഡ് ഫൈനലൈസ് ചെയ്യുക. അതായത് ഫിഫ രജിസ്ട്രേഷന് വേണ്ടി 55 അംഗങ്ങളുള്ള പ്രാഥമിക സ്ക്വാഡ് മെയ് 11-ാം തീയതിയോടുകൂടി കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തും എന്നുള്ളതാണ്. ഇനി മെയ് 18-ാം തീയതിയാണ് ആഞ്ചലോട്ടി തൻ്റെ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുക. 26 താരങ്ങൾ ഉള്ള സ്ക്വാഡാണ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. ഇനി മെയ് 25-ാം തീയതിയാണ് വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ആദ്യ ട്രെയിനിങ് ബ്രസീൽ ആരംഭിക്കുക. ഗ്രാഞ്ച കോമറയിൽ അഥവാ ബ്രസീലിന്റെ ട്രെയിനിങ് സെന്ററിൽ മെയ് 25-ാം തീയതിയാണ് താരങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. മെയ് 31-ാം തീയതി ബ്രസീൽ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. എതിരാളികൾ പനാമയാണ്. മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. അഥവാ ബ്രസീലിൽ വെച്ചുകൊണ്ടാണ് ആ സൗഹൃദ മത്സരം ബ്രസീൽ കളിക്കുക. പിന്നീട് ജൂൺ 1-ാം തീയതിയാണ് ബ്രസീൽ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുക. ബ്രസീലിന്റെ ട്രെയിനിങ് ക്യാമ്പ് ന്യൂജേഴ്സിയിലാണ് വരുന്നത്. ഇനി ജൂൺ 6-ാം തീയതി ബ്രസീൽ ഒരു സൗഹൃദ മത്സരം കൂടി കളിക്കുന്നുണ്ട്. എതിരാളികൾ ഈജിപ്താണ്. അത് ക്ലവ്ലാൻഡിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു സൗഹൃദ മത്സരം നടക്കുക. ഇനി ജൂൺ 13-ാം തീയതിയാണ് ബ്രസീൽ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം കളിക്കുക. ആദ്യ മത്സരത്തിൽ തന്നെ കരുത്തരായ മൊറോക്കോയാണ് ബ്രസീലിന്റെ എതിരാളികൾ. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക. ഇങ്ങനെയാണ് വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിന്റെ റോഡ് മാപ്പ് വരുന്നത്. വേൾഡ് കപ്പിന് മുന്നേ 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നു. ആദ്യ മത്സരത്തിൽ മൊറോക്കോയാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഏതായാലും ഈ വരുന്ന 11-ാം തീയതി ആഞ്ചലോട്ടി തന്റെ പ്രാഥമിക സ്ക്വാഡിനെ കണ്ടെത്തും. 18-ാം തീയതിയാണ് അദ്ദേഹം തന്റെ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.